ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കഞ്ഞിവെള്ളം വെച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നട്ട്സ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കമുന്തിരിയും എല്ലാവരും കൂടെ മിക്സായിട്ട്. പിന്നെ മെയിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം തന്നെയാണ്, അതൊരു 700 ml എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് ഞാൻ ഒരു 10-12 പീസസ് എടുത്തിട്ട് അതിനെ സോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, കുറച്ച് വെള്ളത്തിൽ. പിന്നെ ഏലക്ക വേണം, അതൊരു 3 പീസസ് എടുത്തിട്ട് അതിനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ചസാര ഞാനിപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, എന്നാലും 1/2 കപ്പോളം മതിയാവും നമുക്ക്, ഓൾറെഡി ഡേറ്റ്സ് യൂസ് ചെയ്യുന്ന കാരണം. പിന്നെ നെയ്യ് ആവശ്യത്തിന് എടുക്കണം, കുറച്ച് വെള്ളം വേണം. അപ്പം ഞാൻ ഇതിനെ ഇതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഡേറ്റ്സിനെ. അതിനുശേഷം അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, അതിൽ വാട്ടറിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇപ്പം ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഓവറായിട്ടിട്ട് ഇളക്കണ്ട, അതിനൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വറ്റുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പാട കെട്ടുമ്പോൾ ഒരു ഇത്തിരി പാടയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഓവർ ഇങ്ങനെ പാട കെട്ടുന്നതാണെങ്കിൽ അതിനൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കഞ്ഞിവെള്ളം കുടിക്കണ്ട, എന്നാൽ ഇപ്പോഴത് കൂടുതലായിട്ട് നമ്മൾ ഹെയറിനും അങ്ങനത്തെ ഇതുപോലെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറേ യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ മാസ്കിലൊക്കെ ഇപ്പോൾ കുറേ ആയിട്ട് കഞ്ഞിവെള്ളം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നല്ല പോസിറ്റീവ് റിസൾട്ടും ഉണ്ട് തോന്നുന്നു. എനിവേയ്സ്, അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ അങ്ങനെ ഓവറായപ്പോൾ അതിനെ കുറച്ചൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ പാട് കെട്ടൂലേ അതിൻ്റെ മുകളിൽ, അപ്പോൾ അതിനൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതിന് ഹാഫ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ ഹാഫിൻ്റെ താഴെയായിട്ട് വരണം. ആക്ച്വലി കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിഭാഗം ഉണ്ടല്ലോ തിക്ക്, ആ ഒരു പാട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. അതൊരു പകുതിയിൽ താഴെ ആകുമ്പോൾ നമുക്ക് ഡേറ്റ്സിൻ്റെ പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കുക. ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് അങ്ങനെ ഒരു പീസസ് പോലെ ഉണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ നട്ട്സൊക്കെ ഇടുന്നുണ്ടല്ലോ, അതുപോലെ കടിക്കാൻ വേണ്ടിയായിട്ടും ഞാൻ അങ്ങനെ അങ്ങനെ ഭയങ്കര പേസ്റ്റ് ആക്കിയിട്ടില്ല. അതൊന്ന് നന്നായി കുറുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 സ്പൂൺ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഫൈനൽ നമ്മുടെ ഒരു ടൈം കഴിയുന്ന സമയത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എഗെയിൻ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ സൈഡിലൊക്കെ അതിൻ്റെ ഇങ്ങനെ മെയിൻ ഐറ്റംസൊക്കെ ഇങ്ങനെ പിടിക്കും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈഡൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങായിട്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവസാന ഭാഗമാവും തോറും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇളക്കാൻ വേണ്ടിയിട്ടും, അതിനിങ്ങനെ സൈഡിൽ പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ ഈ ഒരു സമയത്ത് ഏലക്ക എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3 പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡേറ്റ്സ് ആഡ് ചെയ്യണോണ്ട് അതിന് നല്ല മധുരം ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 1/2 കപ്പ്, അതിപ്പോൾ നിങ്ങൾക്ക് ശർക്കര പാനി വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക, തിക്കാക്കി ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഉണ്ട് ഓൾറെഡി. ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ശർക്കരയാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ സോൾട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനെ ഒരു കുറുക്ക് മാതിരി ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന നട്ട്സിനെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് വൈറ്റ് എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതിനുണ്ടാക്കിയേക്കുന്നത് നല്ല റിച്ചായിട്ട് നട്ടി ഡേറ്റ്സിൻ്റെ ഒരു ഫോമിലാണ്. അപ്പോൾ ഇത്രയും നട്ട്സൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോ, അതും നല്ലതായിരിക്കും. ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേന് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നന്നായി ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പിന്നെ കൈവിടാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു 1/2 സ്പൂൺ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത്രയും നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു തിക്നെസ് ആവണ വരെ.
ഇതിപ്പോൾ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ 1 മന്തൊക്കെ ഈസിലി ഇരിക്കുന്നുണ്ട്, കേടൊന്നും വരണമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നട്ട്സും അതൊക്കെ ഉള്ള കാരണം. പിന്നെ ചോക്ലേറ്റ്സിനൊക്കെ വേറൊരു സ്വീറ്റും ആവും. ഇപ്പോൾ അത് നല്ല തിക്കായി ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരണ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു നെയ്യ് തടവി വെച്ച പാത്രത്തിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ടൊന്ന് പരത്തി ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അതിൽ നിന്ന് വെടിച്ചെടുത്തുകൊണ്ടും പീസാക്കി പിന്നെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ ഡയമണ്ട്സോ ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു അറബിക് സ്വീറ്റൊക്കെ കഴിക്കൂലേ, അങ്ങനത്തെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റിലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി ഹെൽത്തി ആൻഡ് റിച്ച്. നല്ല റിച്ചായിട്ടുള്ള നട്ട്സും അതും ഇതൊക്കെ നന്നായിട്ട് അതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റിയ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി ഈസിയാണ്, നമുക്ക് ഭയങ്കരമായ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.